ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഏവർക്കും സുപ്രഭാതം. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് വാസ്തവത്തിൽ ആത്മാവിനെ കുറിച്ചാണ്. ഞാൻ ആര് എന്ന ചോദ്യമാണ് ഏറെ ചോദിക്കപ്പെടേണ്ടത്. പക്ഷേ നമ്മുടെ ജീവിതത്തെ സങ്കീർണമാക്കുന്ന അനാവശ്യമായ ചോദ്യങ്ങളാണ് നാം കൂടുതലായി ചോദിച്ചു കാണുന്നത്. ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഗൗരവം പാലിക്കാം. ചോദ്യങ്ങളുടെ വിഷയത്തിൽ ഒരു വിശകലനം ഉണ്ടായിരിക്കട്ടെ. ചോദ്യങ്ങളാണ് നമ്മെ ഓരോരോ കാഴ്ചകളിലേക്കും നിശ്ചയങ്ങളിലേക്കുമൊക്കെ നയിക്കുന്നത്. ഞാൻ ആര് എന്ന ചോദ്യം, ഇതാണ് ആത്മബോധത്തിൻ്റെ വിഷയം. പ്രപഞ്ചത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പല പ്രകാരത്തിലുള്ള വിശകലനങ്ങൾ നടത്തി വരികയാണ് നാം. ശങ്കര ഭഗവത്പാദരുടെ കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്പാദർ ആത്മാവിനെ ദീപത്തോട് ഉപമിച്ചിരിക്കുന്നു. ദീപം എപ്രകാരമാണോ ഘടം മുതലായ കുടം മുതലായ അന്നത്തെ കാലത്ത് ലഭ്യമായിട്ടുള്ള വസ്തുതകളെ ഉദാഹരണമായിട്ട് പറയുന്നു. ഇന്ന് നമ്മുടെ വീടും പരിസരവും അവിടെയുള്ള പദാർത്ഥങ്ങളുമൊക്കെ എപ്രകാരമാണോ ദീപം പ്രകാശിപ്പിക്കുന്നത്. അന്ന് വൈദ്യുത ദീപങ്ങളില്ല, അതുകൊണ്ട് നിലവിളക്കും അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇന്ന് വൈദ്യുത ദീപങ്ങളും ഉണ്ട്. ഏതായാലും ശരി, ദീപം അതെങ്ങനെയാണോ മറ്റു പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെയാണ് ആത്മാവും ബുദ്ധി മുതലായ ജ്ഞാന കരണങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്പാദർ വ്യക്തമാക്കുന്നു. ഈ ഒരു വിവേകം, ആത്മാ പ്രകാശം, ബുദ്ധിയാദി ജ്ഞാന കരണങ്ങൾ അതിൻ്റെ പ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്നവ. ഇങ്ങനെ ആത്മാവിൻ്റെ പ്രകാശം ബുദ്ധിയാദി കരണങ്ങളിലൂടെ ഒഴുകി പ്രപഞ്ചത്തെ മുഴുവൻ, നമ്മുടെ അനുഭവ ലോകത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്നു. ഈ കാഴ്ച നമുക്ക് നമ്മുടെ പ്രാരബ്ധങ്ങൾക്കിടയിൽ മനസ്സിരുത്തി ഒന്ന് നോക്കിക്കാണാൻ സാധിക്കട്ടെ. അത് തരുന്ന പക്വത നമ്മെ കൂടുതൽ ആത്മബോധത്തിൻ്റെ ആഴത്തിലേക്ക് തീർച്ചയായിട്ടും നയിക്കും. ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 28-ാമത്തെ ശ്ലോകം. ആത്മാവഭാസയത്യേകോ ബുദ്ധ്യാദീനിന്ദ്രിയാണ്യപി ദീപോ ഘടാദിവത് സ്വാത്മാ ജഡൈർസ്ഥൈർനാവഭാസ്യതേ. ആത്മാ ഏകഃ അവഭാസയതി. ഏകമായ ആത്മാവ് പ്രകാശിപ്പിക്കുന്നു. എന്തിനെയാണ് പ്രകാശിപ്പിക്കുന്നത്? ബുദ്ധ്യാദീൻ ഇന്ദ്രിയാണി അപി. ബുദ്ധിയെയും ഇന്ദ്രിയാദികളെയും. ഇവയൊക്കെ കരണങ്ങളാണ്, അറിയാനുള്ള ഉപാധികളാണ്. അന്തഃകരണമുണ്ട്, ബാഹ്യകരണമുണ്ട്. ബാഹ്യകരണമാകുന്നു ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ഇവയ്ക്ക് പ്രകാശം, പ്രവർത്തന ക്ഷമത കൈവരുന്നത് ആത്മാവിൻ്റെ പ്രകാശം കൊണ്ടാണ്. ആത്മാ അവഭാസയതി. ഏകഃ ആത്മാ അവഭാസയതി ബുദ്ധിയാദീൻ ഇന്ദ്രിയാണ്യപി. ബുദ്ധിയെയും അന്തഃകരണത്തെയും ഇന്ദ്രിയാദികളെയും ബാഹ്യകരണങ്ങളെയും. ഏതുപോലെ ദീപോ ഘടാധിപത്. ദീപം എങ്ങനെയാണോ ഘടം അഥവാ കുടം മുതലായ പദാർത്ഥജാലങ്ങളെ, ഇന്നത്തെ ഭാഷയിൽ നമ്മുടെ ഗൃഹങ്ങളിലും പരിസരങ്ങളിലുമൊക്കെയുള്ള എല്ലാ പദാർത്ഥങ്ങളെയും എപ്രകാരമാണോ ദീപം, വൈദ്യുത ദീപവും ആവാം, പഴയ കാലത്ത് നിലവിളക്കും മണ്ണെണ്ണ വിളക്കും ഒക്കെ ആയിരുന്നു. ഏതായാലും ദീപം പ്രകാശയതി. നല്ല രാത്രിയിൽ വിളക്ക് കത്തിച്ചു വയ്ക്കുമ്പോൾ ആ പ്രകാശം പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു കാഴ്ച വേണം ഓർമ്മിക്കാൻ. ആ നിലയിൽ ആത്മാ പ്രകാശിപ്പിക്കുന്നു, കരണങ്ങൾ പ്രകാശത്തെ ഏറ്റുവാങ്ങുന്നു, ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ജഡൈഹി തൈഹി
ആത്മാ ന അവഭാസ്യത്തെ. ജഡമായ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ട് പക്ഷേ ആത്മാവ് ഒരിക്കലും പ്രകാശിപ്പിക്കപ്പെടുന്നില്ല. ആത്മാവിന് അതിൻ്റെ ആവശ്യമില്ല, ഒന്നാമത്. രണ്ട്, ഇവയ്ക്ക് പ്രകാശം സ്വതന്ത്രമായി സ്വയമേവ പ്രകാശമില്ലാത്തതുകൊണ്ട് ഇവയ്ക്ക് തിരിച്ച് പ്രകാശിപ്പിക്കാനും പറ്റില്ല. ആത്മാവിനെ നിത്യ പ്രകാശ സാന്നിധ്യമായി ഓർമ്മിക്കാൻ ഈ ദിനത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഹരി ഓം.